ക്ഷമ ബാലാമണി താത്ത വീണ്ടും ലൈം ലൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നിരന്തരം ബാലാമണി താത്തയെ കുറിച്ച് വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബാലാമണി താത്തയുടെ ഓരോരോ പ്രവർത്തികൾ, ബാലാമണി താത്തയുടെ അത്ഭുത സിദ്ധികൾ, ബാലാമണി താത്ത ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ അവസരമുണ്ടാക്കി തന്ന കഥകൾ, ബാലാമണി താത്തയുടെ കേക്ക് മുറി, വടംവലി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ബാലാമണി താത്ത കോടതിയിൽ വരണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സാഹചര്യം? എന്താണ് മനസ്സിലാവുന്നത്? ഇത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ്. അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജി അവിടെ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അൽ കെ നരേന്ദ്രൻ എന്ന് പറയുന്ന ജസ്റ്റിസ് അൽ കെ നരേന്ദ്രൻ, അതുപോലെ തന്നെ PG അജ്കുമാർ JJ, ഇവരുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. താത്ത കോടതിയിൽ വരണം. താത്ത വന്നിട്ട് എന്താണ് കോടതി ഫർദർ ആയിട്ട് പറയുന്നത്? അതായത് താത്ത കോടതിയിൽ വരണം. താത്ത കോടതിയിൽ അടിയന്തരമായി വരണം. 2 റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ, 2 അനുവാദം വാങ്ങിക്കൊണ്ടുള്ള വിവാഹ ചടങ്ങുകളിലെ വീഡിയോഗ്രാഫി, ഇത് 2 മാത്രമേ നടപ്പന്തലിൽ അനുവദിക്കാൻ പാടുള്ളൂ. അതിലൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ താത്ത എന്തൊക്കെ ചെയ്തു അവിടെ? താത്ത കാട്ടിക്കൂട്ടിയിട്ടുള്ള കോലാഹലങ്ങൾക്കാണ് ഇത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഉറപ്പാക്കണം. അഡ്മിനിസ്ട്രേറ്റർ ആണ് അതിന്റെ ഉത്തരവാദി. അതുപോലെ ദേവസ്വം ബോർഡ്, ഈ 2 വിഭാഗവും അത് ഉറപ്പാക്കണം. ഒപ്പം ഗുരുവായൂർ SHO, സ്റ്റേഷൻ ഓഫീസർ, അദ്ദേഹമാണ് ഇതിന്റെ ചാർജ്. ഇത്തരമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതായത് താത്തയുടെ അഴിഞ്ഞാട്ടം ഇനി അവിടെ അനുവദിക്കത്തില്ല. താത്ത ഇനി അഴിഞ്ഞാടാന്ന് വിചാരിച്ചാലും നടപ്പന്തലിലോട്ട് താത്ത ചെന്ന് അവിടെ വീഡിയോഗ്രാഫി എടുക്കാൻ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം അത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനകത്ത് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ മീനല്ല. അഭിനവ ബാലാമണി, ജസ്ന സലീമിന്റെ വാഴ്ത്തുപാട്ടുകൾ പാടാത്ത വാർത്താ മാധ്യമങ്ങൾ കേരളത്തിലില്ല. ഈ വാർത്താ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കണ്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റ്. അതായത് ഈ ഹൈക്കോടതി ഉത്തരവ് അവരാരും കണ്ടിട്ടില്ല, അവരാരും ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ധനുഷ് കുറെ കാലമായി അവരുടെ കുറിച്ച് പറയുന്നതല്ലേ. എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അവരാ നടപ്പന്തലിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്, എത്രയോ കാലമായിട്ട് ഇതിൽ കുറെ ഹിന്ദു സംഘടനകളെ കൂടി ഉത്തരവാദികളാണ് കേട്ടോ. കുറെ ഹിന്ദു സംഘടനകൾ ഇവരെ താങ്ങുന്നുണ്ടായിരുന്നു. ഇവരെ ഒന്ന് വലിയ താങ്ങ് കൊടുത്ത് അവരെ ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലായി എന്തുവായിരുന്നു ആദ്യത്തെ ദിവസം ഇത് പറഞ്ഞതിന്റെ പേരിൽ നമുക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. ഭയങ്കര ആക്രമണമായിരുന്നു, ഭീകരമായ ആക്രമണം. ഞാൻ ഉണ്ടായിരുന്നില്ല, ധനുഷായിരുന്നു സംസാരിച്ചത്. ധനുഷിരുന്ന് സംസാരിച്ചതിന്റെ പേരിൽ എന്തുമാത്രം കമന്റുകളാണ് വന്നിരുന്നത്. ആ കമന്റുകൾ വന്ന് അത്രയും തെറി കേട്ടതിന്റെ ഭാഗമായിട്ട് ബാക്കി ധനുഷിനോട് ചോദിക്കുന്നത് എന്ത് തോന്നുന്നു ഈ ഇത് കേട്ട്? അല്ല, എനിക്കിതില് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂരിനെ തകർക്കാനായിട്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പലപ്പോഴായി പല ആൾക്കാർ പറയുന്നതാണ്. ഇപ്പോ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ താത്ത ഉണ്ടല്ലോ. ഈ താത്ത ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന ഒരു താത്തയാണ്. പെട്ടെന്ന് ഇവരുടെ ഒരു വാർത്ത വരുന്നു. ആ വാർത്ത പെട്ടെന്ന് കയറി വൈറലാവുന്നു. അതിനുശേഷം ഹൈന്ദവ സമൂഹം ഇവരെ അങ്ങ് ഏറ്റെടുക്കുന്ന അത് ഇവര് മുതലാക്കി ഇവര് പല കാര്യങ്ങളും ചെയ്യുന്നു. അവരുടെ ഒരു വയറ്റിപ്പഴപ്പാണെന്നുള്ള രീതിയിൽ നാട്ടുകാർ അതിനെ കാണുന്നു. സ്വാഭാവികമായിട്ടും അതിലൊരു പ്രശ്നവുമില്ല. എന്തിനാ നമ്മൾ പറയുന്ന, അവരൊരു ചിത്രം വരയ്ക്കുന്നു, ആ ചിത്രം അവര് മാർക്കറ്റ് ചെയ്യുന്നു, അവരത് വിൽക്കുന്നു. അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് കാണിക്കുമ്പോഴാണ് ഓരോ ആൾക്കാർ പിന്നീട് ഇവർ RSS കാര്യാലയത്തിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴാണ് പല ആൾക്കാരും ഇവരെ ശ്രദ്ധിക്കുന്നത്. മനസ്സിലായില്ല, പല ആൾക്കാരും ശ്രദ്ധിക്കും. ഇപ്പൊ ഞാനിതൊരു പ്രമുഖ നിരീക്ഷകൻ എന്നോട് പറഞ്ഞത് അവരുടെ ഭാഗത്താണ് തെറ്റ്. ഇപ്പൊ നിങ്ങൾക്കൊരു ജീവിതമാർഗം, ഗുരുവായൂരപ്പനൊരു ജീവിതമാർഗമായിട്ട് വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, അത് നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നൊരു നമ്പൂതിരിയുടെ ഒരു കഥ എന്നോട് പറഞ്ഞു. അതായത് ഒരു നമ്പൂതിരിയാണെങ്കിൽ എപ്പോഴും പുറത്തു പോകുന്ന തൻ്റെ പരിചയക്കാരനെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കും. താഴെ ഭക്ഷണിക്കാരുണ്ടോ എന്ന് വിളിക്കും. അപ്പൊ നമ്പൂതിരി പറയും ഇല്ല, ഞാൻ കഴിച്ചു എന്ന് പറയും. അയാൾക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ അയാൾ കഴിച്ചു എന്ന് പറയും. അപ്പൊ നമ്പൂതിരി മരിച്ചുപോയി. അതിനുശേഷം നമ്പൂതിരിയുടെ മകൻ അതുവഴി നടന്നു പോകുമ്പോ ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് പറയാം. നമ്പൂതിരിയെ മര്യാദ വിളിക്കുമ്പം ഇവൻ എന്നാ പിന്നെ കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ അത് കയറി കഴിച്ചു. പിറ്റേ ദിവസം പോലും നമ്പൂതിരി വിളിക്കാതെ. മനസ്സിലായില്ലേ? അത് മര്യാദയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു പടം വരയ്ക്കുകയാണ്,
ശരി ആയിക്കോട്ടെ വരച്ചോളൂ എന്ന്. അതിന്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടല്. കാലിന്റെ അടിയിൽ നീല നിറം കണ്ടു, മഞ്ഞ നിറം കണ്ടു, ഫ്ലൂട്ട് എനിക്ക് വായിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ സിദ്ധി തന്നു, അതിന്റെ മുമ്പിൽ നിന്ന് കേക്ക് മുറിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അപ്പം പൊട്ടും പൊടിയൊക്കെ തേടി നാട്ടുകാർ പോകും. ഇവരെന്തായിരുന്നു, ഇവരുടെ പിറകിൽ ആരാണ് എന്നൊക്കെ തേടി നാട്ടുകാർ പോകും. അപ്പൊ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ പിന്നീട് പൊളിയുന്നത്. ഇവര് പിന്നീട് പൊളിയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ പല നമുക്കിടയിൽ ഒരു വിഭജനം ഉണ്ടായി. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. വിഭജനം ഉണ്ടായി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇപ്പൊ എന്താണ് ഇവരുടെ ഇതെന്ന് നാട്ടുകാർക്ക് മുഴുവനായിട്ട് മനസ്സിലായി. അപ്പം ഗുരുവായൂർ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ആ അമ്പലം എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ്. ഞാൻ പറയട്ടെ, ഗുരുവായൂരും ശബരിമലയും ഒന്നും പബ്ലിക്കായിട്ട് ആൾക്കാർക്ക് കൂത്ത് കാണിക്കാനുള്ള സ്ഥലമല്ല. ഇപ്പോ പല അമ്പലങ്ങളിലും ശ്യാമ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ കേദാർനാഥിലടക്കം ഈ ആൾക്കാർ അവിടെ പോകുന്നത് കുറെ ഈ ഫ്രീക്ക് ചെക്കന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട്. പോയിട്ട് റീൽസ് എടുക്കലാണ് അവന്മാരുടെ പണി. അതവിടെ ഭക്തജനങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നു. തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രങ്ങളിലും നമുക്ക് ക്യാമറ കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ, ഒരു ക്ഷേത്രങ്ങളിലും കയറാൻ പറ്റത്തില്ല. ഞാന് ഇവിടെ തിരുവട്ടാർ ക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ മുൻ പത്മനാഭസ്വാമി ക്ഷേത്രം, അതാണ് തിരുവട്ടാർ ക്ഷേത്രം. നമ്മുടെ ഇവിടെ കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിനടുത്താണ് തിരുവട്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുവട്ടാർ ക്ഷേത്രമുള്ളത്. പത്മനാഭസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ കന്യാകുമാരിയും കൂടെ ചേർന്നതായിരുന്നല്ലോ തിരുവിതാംകൂർ. അപ്പൊ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം, അതായത് നമ്മുടെ ഈസ്റ്റ് കോട്ടിരിക്കുന്ന കിഴക്കേക്കോട്ടയ്ക്കകത്തിരിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ആദ്യം ഇരുന്നത് എവിടെയായിരുന്നു? തിരുവട്ടാറായിരുന്നു, കന്യാകുമാരി ജില്ലയിൽ. ഞാനിത് അറിയാനിടയാവും, ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ്, എൻ്റെ ഡിഗ്രി സമയത്താണ് അറിയാനിടയാവുകയും ഞാൻ അവിടേക്ക് പോവുകയും ചെയ്തു. എൻ്റെ സ്കൂട്ടറിലാണ് പോവുകയും ചെയ്തു. എനിക്ക് ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ തിരുവട്ടാർ ചെന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഡിറ്റോ. പത്മനാഭസ്വാമി ക്ഷേത്രം എങ്ങനെയാണ്, കയറിയിട്ടില്ലേ അത്? അതുപോലെ തന്നെയാണ് 3 കോറിഡോർ. ഗോപുരം മാത്രമേ ഇല്ലെന്നുള്ളൂ. ഗോപുരത്തിന് പകരം ഓടിട്ട ഗോപുരമാണ്. അതാണ് തിരുവട്ടാർ ഇരിക്കുന്നത്, ഓടിട്ട ഗോപുരം. ഞാൻ അന്ന് കയറി ചെന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു പോയി. കാരണം ശ്യാമേ, ആ ക്ഷേത്രത്തിന്റെ നേരെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. ക്ഷേത്രക്കുളമല്ല, ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മുഴുവൻ തകർന്ന് നശിച്ച് നാറാണക്കല്ലെടുത്തു. അകത്തോട്ട് കയറുമ്പോൾ ഒരു അന്തിത്തിരി പോലും കത്തിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ കയറി ചെന്നിട്ട് ഈ എല്ലാം തകർന്ന് കിടക്കുന്നു. ഞാൻ ശ്രീകോവിലിനകത്ത് കയറി. ശ്രീകോവിലിനകത്ത് കയറുമ്പോൾ ഭഗവാനെ കാണാൻ വയ്യ. ഈ 3 ഇത് തന്നെയാണ്, വലിയ വിഗ്രഹമാണ്, ആ കിടക്കുന്ന വിഗ്രഹമാണ്. 3 ഇതിലൂടെ കാണാൻ പറ്റത്തുള്ളൂ. തല, നാഭി, ചരണകമലം, അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണം. കാരണം ഒരു ചെറിയ തിരിയാണ് അത് കത്തിച്ചു വെച്ചിരിക്കുന്നത്, അതിനുള്ള ഗതിയേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ഈ ക്ഷേത്രം ഇത് അതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം ആദ്യം. പിന്നീട് പത്മനാഭൻ അവിടെ നിന്നും പിണങ്ങി ഇവിടെ അനന്തംകാട്ടിൽ വന്നിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉയരുന്നത്. അവിടെ നിന്ന് ആ ദേവചൈതന്യം പോയി ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെയായിരുന്നു നിലവറകൾ ഉണ്ടായിരുന്നത്. ആ നിലവറയ്ക്കകത്ത് സ്വർണ്ണങ്ങളും ഉണ്ടായിരുന്നു. ആ സ്വർണ്ണങ്ങൾ പിന്നീട് അവിടെയുള്ള തന്ത്രിയുടെ ഒത്താശയോടുകൂടി അവിടെ നിന്നും തന്ത്രി എടുത്തു കൊടുത്ത് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരോ മറ്റാരോ, ടിപ്പു, അങ്ങനെ ആരോ ഒന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയി. അവിടെ ഇരുന്ന സ്വർണ്ണമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെയും കൊണ്ടുവച്ചിരിക്കുന്നത്. അതായിരുന്നു യഥാർത്ഥത്തിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്താണ് പത്മനാഭപുരം പാലസ് ഉള്ളത്, അറിയാലോ, കൊട്ടാരം ഉള്ളത്. അപ്പോ അതായിരുന്നു ഇത്. പിന്നീടാണ് ഇവിടെ പത്മനാഭപുരം കൊട്ടാരവും ഇത് ക്ഷേത്രം ഇങ്ങോട്ടേക്ക് മാറിയത്. അപ്പോൾ ആ ക്ഷേത്രം അങ്ങനെ കൊള്ളയടിക്കപ്പെട്ടു. അതിനുശേഷം ക്ഷേത്രം ക്ഷയിച്ചു, ആ തന്ത്രി തൂങ്ങി മരിച്ചു എന്നൊക്കെയാണ് കഥകൾ. അപ്പോൾ അതിനുശേഷം ക്ഷേത്രം വളരെ ക്ഷയിച്ചാണ് കിടക്കുന്നത്. നമുക്ക് വിഷമം തോന്നും. അപ്പം ഞാൻ ഒന്ന് വിചാരിച്ചു, വേണമെങ്കിൽ നമുക്ക് ഞാൻ ആ ഡിഗ്രിക്ക് പോയ സമയത്ത് വേണമെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് കയറി നമുക്ക് പത്മനാഭനെ തൊടാം. ആ ലെവലിലാണ്. ആരുമില്ല ഇവിടെ, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കി ഇത് നാട്ടുകാരെ അറിയിക്കണം. അന്ന് എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. ഞാൻ ഡിഗ്രി സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു ക്യാമറ പോലും എടുക്കാനുള്ള കഴിവൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കത് സ്വാഭാവികമായിട്ട് എൻ്റെ ഞാനൊരു ആഗ്രഹം ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ ഈ ജേർണലിസം ഒക്കെ പഠിച്ചു തുടങ്ങിയ ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നി എനിക്ക് പിന്നെ ഇത് ചെയ്തേക്കാമെന്ന് പറഞ്ഞു തോന്നി. ഞാൻ ഒന്നുകൂടെ വീണ്ടും ആ ക്ഷേത്രത്തിൽ പോയി. ക്യാമറ കയറ്റിയില്ല. കാരണം എന്താ അറിയോ, അന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സ്വദേശി ദർശൻ പദ്ധതി വഴി അപ്പൊ എനിക്ക് സന്തോഷം തോന്നി, എടുക്കണ്ട എന്ന് തോന്നി. പദ്ധതി വഴി ആ ക്ഷേത്രം നവീകരിച്ചു. ആ ക്ഷേത്രം ഇപ്പോൾ നമ്പർ 1 ക്ഷേത്രമാണ് അവിടുത്തെ. നമുക്കത് നല്ല രസമാക്കി ആ ക്ഷേത്രം. പക്ഷെ ക്യാമറ അകത്തുകൊണ്ട് കയറാനോ, അന്ന് ശ്രീകോവിലിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞേ തൊടാന്ന് പറഞ്ഞില്ലേ, എല്ലാം മാറി. വലിയ രീതിയിൽ ആ ക്ഷേത്രം വികസിച്ച് നല്ല രീതിയിൽ ആ ക്ഷേത്രം മാറി. അതുകൊണ്ട് ക്യാമറ അകത്തോട്ട് കയറാൻ പറ്റില്ല, ക്യാമറ കയറ്റില്ല. ആ ഒരു ക്ഷേത്രത്തിൽ പോലും കയറ്റില്ല. പിന്നെയാണ് ബാക്കിയുള്ള ക്ഷേത്രം. അപ്പൊ അതുപോലുള്ള നിയമങ്ങൾ ഇവിടെയും പറഞ്ഞു. ക്ഷേത്രത്തിൽ എന്തിനാണ് ക്യാമറകൾ? ഇത് അതല്ല, ഇത്
ഇത് അജണ്ടയാണ്. അതായത് വലിയൊരു തട്ടിപ്പ് സംഘങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പുറം ലോകത്തെ, അതായത് ഇവർ തന്നെ ഒരു ഈ പറയുന്ന പോലെ തീവ്ര നിലപാടുള്ളവർ ഇവർക്ക് ഇന്ധനം കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അവർ തന്നെയാണ് ഇവരുടെ തട്ടിപ്പ് കഥകൾ പിന്നെ പുറത്തുവിടുന്നത്. അതായത് ഒരു തട്ടിപ്പ് സംഘത്തെ, ഒരു തട്ടിപ്പുകാരിയെ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വന്ന് അവർക്ക് റോള് കളിക്കാൻ പറ്റുന്നു. അവരൊരു പരുവത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവർ തന്നെ അവരുടെ പഴയ കഥകൾ പുറത്തു വിടുന്നു. ഈ ജസ്റ്റിനെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്, അറിയാം. ഞാൻ ആരോടും പറയണ്ടെന്ന് വെച്ചൊരു കാര്യമാണ്. അതുകൂടെ പറഞ്ഞേക്കാം, ചിലപ്പോൾ അതുകൂടെ പറഞ്ഞേക്കാം. അതായത് ജസ്റ്റിനെ ഈ സംഭവങ്ങൾ പറഞ്ഞ ആ സമയത്തുണ്ടല്ലോ, ഈ സമയത്ത് ഈ കൃഷ്ണന്റെ ആ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ പറഞ്ഞു, ചേട്ടാ ഇത് പുറത്ത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നത്. ജസ്ന അവന് അയച്ചു കൊടുത്തിരിക്കുന്ന ഓഡിയോ, അതായത് അവൻ ഒരു മാധ്യമ പ്രവർത്തകനാണ്, എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ചേട്ടാ എന്നാണ് പറഞ്ഞ് ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഓഡിയോയിൽ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും കണ്ണൻ കാരണം, കൃഷ്ണൻ കണ്ണൻ കാരണം സമൂഹത്തിന് മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. അതേ കണ്ണൻ കാരണം അവർ തല ഉയർത്തി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചിത്രങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ പണ്ട് ആ വീഡിയോസ് കൊടുത്തപ്പോൾ എൻ്റെ ചിത്രങ്ങൾ വിറ്റുപോയിരുന്നു, ഇനി ഒന്നുകൂടെ കൊടുക്കുവോ ചേട്ടാ, ജസ്റ്റ് ശബ്ദം ഉണ്ടല്ലോ, ചേട്ടാ ഒന്നുകൂടെ കൊടുക്കുവോ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, കണ്ണൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടു, ഇതേ കണ്ണൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒരുമാതിരി വൈരാഗ്യം പോലെയാണ് പറയുന്നത്. അത് കൃഷ്ണനോട് എന്തോ വൈരാഗ്യം ഉള്ളത് പോലെ ഇവര് പറയുന്നത്. എന്നിട്ട് അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, ചേട്ടാ ഈ ഓഡിയോ വെളിയിൽ പോവല്ലേ. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ പുറത്ത് വിടത്തില്ല എന്ന് പറഞ്ഞു. അതുകൂടെ പറഞ്ഞേക്കാന്ന് തോന്നുന്നു. അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായോ, ഇതിൽ അവസ്ഥ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ അമ്പലത്തിലേക്ക് ഒരാളെ പറഞ്ഞു വിടുന്നു, ഒരു തട്ടിപ്പുകാരിയായിട്ടുള്ള ഒരാളെ പറഞ്ഞു വിടുന്നു. പറഞ്ഞു വിട്ട് ഇവർക്കിടയിൽ ഇവർക്കൊരു വളരെ കൃത്യമായ പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവിടെ വരുമ്പോഴത്തേക്ക് ഇത് വിൽക്കുന്നു, ഇങ്ങനെ കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു, വിൽക്കുന്നു, വലിയ പ്രൊമോഷൻ ഇവർക്ക് ലഭിക്കുന്നു. ഇതൊക്കെ ഒരു നല്ലൊരു പീക്ക് ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇവരുടെ തട്ടിപ്പ് കഥകൾ പുറത്തു വിടുന്നു. ഈ തട്ടിപ്പ് കഥകൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഉൾട്ടയടിക്കും. അങ്ങനെ ഉൾട്ടയടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എന്താ, അങ്ങനെ പല പല കഥകൾ വരുമ്പോഴത്തേക്ക് എന്താ, ഈ ക്ഷേത്രത്തിനോടുള്ള വിശ്വാസികൾക്ക് തകരും. അതായത് തട്ടിപ്പ് സംഘങ്ങളാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകും. ആ രീതിയിൽ പൊതുസമൂഹത്തിൽ ഈ തട്ടിപ്പ് സംഘങ്ങളുടെ കഥകൾ വരുമ്പോൾ അവിടേക്ക് ആളുകൾ വരാൻ മടിക്കും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലോട്ട് രാത്രിയിൽ അധികം യാത്ര ചെയ്യാത്ത? ഇപ്പൊ അവിടെ പുറത്തു വന്നൊരു കഥ, അതായത് രാത്രിയിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ കാറിലേക്ക് മുട്ട എറിയുണ്ടാവും. മുട്ട എറിയുമ്പോൾ ഗ്ലാസ്സിൽ ഇത് പടർന്നു കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും, നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതോടുകൂടി ഈ കഥ വന്നതോടുകൂടി അതിനുശേഷം കൊള്ളയടിക്കപ്പെടും. ഇതാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കഥ. 2-3 ഇൻസിഡൻസ് അവിടെ ഉണ്ടായി ഇങ്ങനെയുള്ള. ഇതിനുശേഷം ആരും രാത്രി അങ്ങോട്ട് പോവില്ല. ഭൂരിഭാഗം പേരും രാത്രിയിൽ തമിഴ്നാട് റോഡിലേക്ക്, തമിഴ്നാട് അതിർത്തി കടന്ന് അങ്ങോട്ട് പോവില്ല. ഇങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതേ മാതൃകയിൽ ഇതൊരു അജണ്ടയാണ്. അതായത് തട്ടിപ്പ് സംഘങ്ങൾ പിന്നെ വളരെ സ്വതന്ത്രമായി വ്യവഹരിക്കുന്ന ഒരു സ്ഥലം, അവരെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത, അവരുടെ കള്ളത്തരം പോലും പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു ഈശ്വരൻ അവിടെ ഇരിക്കുന്നു. അതോടെ ഈശ്വരനോടുള്ള വിശ്വാസം ഇവിടുത്തെ ഈ വിശ്വാസികൾക്ക് നഷ്ടപ്പെടും. സോ ക്ഷേത്രം തകരപ്പെടും. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇവരെ കൊണ്ടുവിട്ടതും അവരാണ്, ഇവരുടെ കള്ളക്കഥകൾ പുറത്തുവിട്ടതും അവർ തന്നെയാണ്, അവരിലുള്ളവർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്.